പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഗലാത്യ 1:10 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ആകയാൽ ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്? ആയിരുന്നെങ്കിൽ ഞാനൊരിക്കലും ദൈവത്തിൻ്റെ ദാസനാകുമായിരുന്നില്ല എന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ ദാസനോ ദാസിയോ ആകണമെങ്കിൽ മനുഷ്യരുടെ പ്രീതിയല്ല, ദൈവത്തിൻ്റെ പ്രീതിയാണ് നാം അന്വേഷിക്കേണ്ടത്. എന്നാൽ നാം എല്ലാവരും തന്നെ മനുഷ്യരുടെ പ്രീതി അന്വേഷിക്കുന്നവരാണ്. ലോകത്തിൻ്റെ കയ്യടിയും അംഗീകാരവും അതുപോലെ മനുഷ്യരിൽ നിന്നുള്ള നല്ല വാക്കുകളും എല്ലാം കേൾക്കുവാനും അത് സ്വീകരിക്കുവാനും വെമ്പൽ കൊള്ളുന്ന ഒരു മനസ്സാണ് നമ്മുടേത്. എന്നാൽ യേശു നമ്മോട് പറയുന്നത് ദൈവത്തിൻ്റെ പ്രീതി അന്വേഷിക്കുവാനാണ്. ദൈവത്തിൻ്റെ പ്രീതി അന്വേഷിക്കുന്നത് മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ടാണ്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ട് ദൈവം നമുക്ക് നൽകിയ സമ്പത്തും സമയവും കഴിവുകളും എല്ലാം മറ്റുള്ളവർക്കുമായി പങ്കുവയ്ക്കാനുള്ള ആ നല്ല മനോഭാവമാണ് ദൈവപ്രീതിയെ അന്വേഷിക്കുന്നവരുടെ ലക്ഷണം. മനുഷ്യർ എന്തു വിചാരിക്കും, അല്ലെങ്കിൽ മനുഷ്യർ നമ്മെ കളിയാക്കുകയില്ലേ? ദൈവപ്രീതി അന്വേഷിച്ച് നടക്കുന്നവരെ മറ്റുള്ളവർ ഒരുപക്ഷെ പരിഹസിച്ചു എന്ന് വരാം. പക്ഷേ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ദൈവത്തിൻ്റെ പ്രീതിയാണ് അന്വേഷിക്കേണ്ടത്, മനുഷ്യരുടെ പ്രീതിയല്ല നാം തേടി പോകേണ്ടത് എന്നാണ്. ഏത് തിന്മയെയും നന്മയാക്കി കാണിക്കുവാനും ഏത് നന്മയെയും തിന്മയാക്കി കാണിക്കുവാനും മനുഷ്യന് സാധിക്കുമെന്ന് നാം അറിഞ്ഞിരിക്കണം. നാം ദൈവത്തിൻ്റെ പ്രീതിയാണ് അന്വേഷിക്കേണ്ടത്. നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും സ്വാർത്ഥതയും അഹങ്കാരവും ഉപേക്ഷിച്ച് എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വരുവാനും മറ്റുള്ളവരുടെ സ്നേഹവും അംഗീകാരവും അല്ലെങ്കിൽ അവർക്ക് വേണ്ട സ്നേഹവും അംഗീകാരവും അതുപോലെ പരിഗണനയും കൊടുക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതെല്ലാം നാം പ്രാവർത്തികമാക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രീതി അന്വേഷിക്കുന്നവരായി നാം മാറുന്നത്. യഥാർത്ഥമായ സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കുന്നത് കൊടുക്കുമ്പോഴാണ്. യേശു പറഞ്ഞിട്ടുണ്ട്, കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന്. നാം നമ്മുടെ സമയവും നമ്മുടെ കഴിവുകളും നമ്മുടെ ദൈവം നൽകിയിട്ടുള്ള സമ്പത്തും എല്ലാം മറ്റുള്ളവർക്കുമായി പങ്കുവയ്ക്കുമ്പോൾ, കൊടുക്കുമ്പോൾ നമുക്ക് യഥാർത്ഥമായ സന്തോഷവും സമാധാനവും ലഭിക്കും. അങ്ങനെയാണ് ദൈവത്തിൻ്റെ പ്രീതി അന്വേഷിക്കുന്നവരായി നാം മാറേണ്ടത്. കൊടുക്കുമ്പോൾ അത് ലഭിക്കുന്നവർക്കും കൊടുക്കുന്നവർക്കും അതോടൊപ്പം അത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാം സന്തോഷവും സമാധാനവും ലഭിക്കും. നാം പാവപ്പെട്ടവരെ സഹായിക്കുമ്പോൾ അത് ദൈവത്തിന് തന്നെയാണ് കൊടുക്കുന്നത്. ദൈവം അത് നിറച്ച് അളന്ന് നമുക്ക് നൽകുകയും ചെയ്യും. മറ്റുള്ളവരുടെ സന്തോഷവും സംതൃപ്തിയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തികളായിരിക്കണം നാം സ്വീകരിക്കേണ്ടത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.